ഇപ്പോൾ നമുക്ക് പല പ്രോഗ്രാംസും വരുമ്പോൾ അത് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ഹെഡ് ചെയ്ത് നടത്തണം എന്നുള്ള ഒരു ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന സമയത്താണെന്ന് നമ്മൾ ഓണപരിപാടി കാര്യങ്ങൾ വന്നത്. അപ്പോൾ അന്ന് ഈ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ആറന്മുള വള്ളസദ്യയുടെ ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോയി ആ കോളേജിൽ ഒരു 1000 പേർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് അതായത് ഏതായാലും 2013 14 ആ ഒരു കാലഘട്ടം. അന്ന് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സദ്യ, പിന്നെ അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളും, അവിടെ ഒരു ഘോഷയാത്ര തന്നെ. അത് ഞാൻ ഒറ്റയ്ക്ക്, നമ്മുടെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മളൊരു 3-4 പേരായിരുന്നു കോർ കമ്മിറ്റി. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും അതൊക്കെയായിരുന്നു ഇവന്റിനോടുള്ള ഭയങ്കരമായ ആഗ്രഹം കൂടിയതെന്ന് വേണം പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ പോലും ബിസിനസ് എന്നുള്ള രീതിയിൽ അന്ന് മൈൻഡിൽ, കാരണം നമുക്ക് ഒരിടത്ത് പോയി ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു എന്റർപ്രണറായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കുറേ പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഫാദറായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാദറിന് ഓൾറെഡി അന്ന് ലിവർ സിറോസിസ് അങ്ങനെ കുറച്ച് പിന്നെ വയ്യാതൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആരോ വന്ന് പറഞ്ഞതാണ് ഇത് നല്ലൊരു പരിപാടിയാണ്, തുടങ്ങിക്കോണം. അങ്ങനെയാണ് അദ്ദേഹം അതിനകത്ത് കാല് വെച്ചത്. പക്ഷേ അത് ഇച്ചിരി പാടാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിക്കും കാര്യങ്ങൾക്കും ആ സമയത്ത് ഒരു ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനും കൂടെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് മൊത്തം. അങ്ങനെ ഒരു തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു പാരലലി. പിന്നെ അച്ഛൻ ഒരു പഠിച്ചിറങ്ങുന്ന സമയത്തായിരുന്നു ഫാദറിൻ്റെ ഒരു ഡെത്ത് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബിസിനസ് ഞാൻ ടേക്ക് ഓവർ ചെയ്തു. കുറച്ച് നാൾ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, ചിലപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലായാലും ആ സമയത്ത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് എന്തിന് ഈ മൈക്ക് സെറ്റും കൊണ്ട് നടക്കുന്നു പറയുമ്പം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അതൊരു AVL സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു വലിയ പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ അത് എല്ലാം തെങ്ങി കയറി കുളമ്പി കിട്ടുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അത് വേണ്ട എന്ന് വെച്ച് ഞാൻ നിർത്തുമായിരുന്നു ആ സമയത്ത്. അത് ശരിക്കും ഫാമിലിയുടെ ഒരു പ്രഷർ ഒരു സൈഡിൽ നിന്നുണ്ടായിരുന്നു.